ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ നമ്മളെയെല്ലാം ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ആ പുണ്യ സന്നിധാനത്തിൽ പോലും ഇത്രയും വലിയൊരു കൊള്ള നടക്കാൻ ഇവിടുത്തെ ഭരണകൂടവും ദേവസ്വം ബോർഡും ഒത്തുകളിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ കേട്ടാൽ ആർക്കും അത് മനസ്സിലാകും. സഖാവ് പറഞ്ഞു, ഞാൻ ഒപ്പിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ ലക്ഷക്കണക്കിന് ഭക്തരുടെ കാണിക്കപ്പണവും അവർ സമർപ്പിച്ച സ്വർണവുമാണ് ഈ ഒപ്പിടലിലൂടെ ചിലർ അടിച്ചു മാറ്റിയത്. ഇതാണോ സർക്കാരിന്റെ വിശ്വാസ സംരക്ഷണം? ഭക്തരെ തല്ലിച്ചതയ്ക്കാൻ കാണിക്കുന്ന ആവേശം സ്വന്തം പാർട്ടിക്കാർ നടത്തുന്ന കൊള്ള തടയാൻ എന്തുകൊണ്ട് സർക്കാർ കാണിക്കുന്നില്ല? വിശ്വാസികളുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് അധികാരത്തിന്റെ തണലിൽ ആരെല്ലാം ചേർന്ന് എങ്ങനെയെല്ലാം അഴിമതി നടത്താമെന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. പവിത്രമായ ആ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളിൽ പോലും കൈയിട്ട് വാരാൻ മടിക്കാത്ത ഒരു ഭരണകൂടവും അവർ വാഴിച്ച സഖാക്കളും ഇന്ന് നിയമത്തിന് മുന്നിൽ വിയർക്കുകയാണ്. നാം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഭക്തൻ തന്റെ പ്രാണനും വിയർപ്പിന്റെ തുള്ളികളും കാണിക്കയായി സമർപ്പിക്കുന്ന ശബരിമല സന്നിധാനത്ത് ആ സ്വർണ്ണപ്പാളികളിൽ പോലും സഖാക്കൾ കൈയിട്ട് വാരുമ്പോൾ ഈ സർക്കാർ എവിടെയായിരുന്നു? വിശ്വാസികളുടെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ട് അധികാരത്തിന്റെ തണലിൽ അരങ്ങേറിയത് ഒരു പകൽ കൊള്ള തന്നെയാണ്. അത് വെറും ഒരു അഴിമതിയല്ല, മറിച്ച് ഈ നാടിന്റെ ആത്മീയ ചൈതന്യത്തിനു മേൽ നടത്തിയ ക്രിമിനൽ അധിനിവേശം തന്നെയാണ്. സഖാവ് പറഞ്ഞു, ഞാൻ ഒപ്പിട്ടു. ഇതിലും വലിയൊരു പരിഹാസം ഈ നാടിനോട് ഇനി പറയാനുണ്ടോ? അധികാരത്തിന്റെ മുകളിൽ ഇരിക്കുന്നവർക്ക് കൊള്ള നടത്താൻ താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തിന്റെ യഥാർത്ഥ മുഖം ഇന്ന് അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇതാണോ നിങ്ങൾ പറഞ്ഞ നവോത്ഥാനം? ഇതാണോ നിങ്ങൾ കാത്തു സൂക്ഷിച്ച വിശ്വാസം? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ കേരളം കേൾക്കേണ്ടതാണ്. പത്മകുമാർ പറഞ്ഞു, ഞാൻ ഒപ്പിട്ടു, മറ്റൊന്നും ഞാൻ വായിച്ചു നോക്കിയില്ല. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇത്ര നിരൂത്തവാദപരമായി സംസാരിക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വരുന്നു? അഴിമതി നടത്താൻ പദ്ധതിയിട്ടത് പത്മകുമാർ, അത് നടപ്പിലാക്കാൻ കൂട്ടുനിന്നത് വിജയകുമാർ. എന്നിട്ടും ഇത്രയും നാൾ ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ കൂട്ടുനിന്നു. ഹൈക്കോടതിയുടെ ചാട്ടവാറടി കിട്ടുന്നതുവരെ SIT എവിടെയായിരുന്നു? സർക്കാരിന് നാണക്കേടാകുമെന്ന് കരുതിയാണ് കീഴടങ്ങിയതെന്ന് വിജയകുമാർ പറയുമ്പോൾ നാണക്കേട് സർക്കാരിനല്ല, ഈ നീതി വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ഓരോ മലയാളിക്കുമാണ്. ഇതൊന്നും കാണാത്ത കണ്ണടച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസിനെ കെട്ടിയിടുകയും അഴിമതി പുറത്തു വരുമ്പോൾ അത് വ്യക്തിപരമായ വീഴ്ചയെന്ന് പറഞ്ഞ് കൈയൊഴുകുകയും ചെയ്യുന്ന ഈ രീതി ജനാധിപത്യത്തിന് അപമാനമാണ്. ശബരിമലയെ വെറും ഒരു വരുമാന മാർഗമായി മാത്രം കാണുന്നവർക്ക് ആ സന്നിധാനത്തിന്റെ പരിശുദ്ധി അറിയില്ലാമായിരിക്കാം, പക്ഷേ ഭക്തരുടെ കണ്ണീരിന് വില പറഞ്ഞേ മതിയാകും. ഇവിടെയാണ് രാഷ്ട്രീയ അതിപ്രസരം ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് നാം കാണുന്നത്. ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്ന നിലയിൽ ഭക്തരുടെ താല്പര്യം സംരക്ഷിക്കേണ്ടവർ പാർട്ടി നേതാക്കളുടെ മറവിൽ കൊള്ള നടത്തുകയാണ്. സ്വർണ്ണപ്പാളികൾ പുതുക്കാനെന്ന പേരിൽ നടന്ന ഈ തട്ടിപ്പ് വെറും ഒരു അബദ്ധമല്ല, മറിച്ച് പത്മകുമാറും വിജയകുമാറും ഒക്കെ ഉൾപ്പെട്ട ഒരു ക്രിമിനൽ ഗൂഢാലോചന തന്നെയാണ്. സർക്കാരിന് നാണക്കേടാകുമെന്ന് കരുതിയാണ് കീഴടങ്ങിയതെന്ന് വിജയകുമാർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും നാൾ വിജയകുമാറിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരാണെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. സ്വർണ്ണപ്പാളി മാറ്റുന്ന കാര്യമടക്കം ബോർഡിൽ അവതരിപ്പിച്ചത് പത്മകുമാറാണ്. പ്രധാന തീരുമാനങ്ങളെല്ലാം പ്രസിഡന്റ് പറയുന്നതായിരുന്നു രീതി. അതുകൊണ്ട് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ടുവെന്ന് പ്രശ്നമുണ്ടാകുമെന്നും അറിഞ്ഞില്ലെന്നുമാണ് വിജയകുമാർ പറയുന്നത്. എന്നാൽ തട്ടിപ്പിൽ തനിക്ക് ഉത്തരവാദിത്തമെന്ന് മട്ടിലുള്ള വിജയകുമാറിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും SIT തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുൻ ബോർഡ് അംഗം വിജയകുമാർ വീഴ്ച വരുത്തിയതായാണ് റിമാൻഡ് റിപ്പോർട്ട്. പോറ്റി ഉൾപ്പെടെ പ്രതികൾക്ക് അന്യായ ലാഭമുണ്ടാക്കാൻ കൂട്ടുനിന്നു, ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നുണ്ട്. വിജയകുമാർ കട്ടിളപ്പാളി കേസിൽ 12ാം പ്രതിയും ദ്വാരപാലക ശില്പ കേസിൽ 15ാം പ്രതിയുമാണ്. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് വിജയകുമാറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ച ശേഷം മുൻകൂർ ജാമ്യ ഹർജി പിൻവലിച്ച് അഭിഭാഷകനൊപ്പം SITക്ക് മുന്നിൽ വിജയകുമാർ കീഴടങ്ങുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ബോർഡിനാകെ എന്ന് പത്മകുമാർ. അംഗങ്ങൾ അറിഞ്ഞാണ് 2019 ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ അനുമതി നൽകിയതെന്നും മൊഴിയുണ്ട്. വിജയകുമാറിന്റെയും ശങ്കരദാസിന്റെയും അറസ്റ്റ് വൈകുന്നതിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും സംശയം പ്രകടിപ്പിച്ചതോടെ SITക്ക് കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വന്നു. ഇരുവരെയും മൂന്നാമട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും മുൻകൂർ ജാമ്യ ഹർജിയും ആരോഗ്യ പ്രശ്നങ്ങളും പറഞ്ഞ് ഇരുവരും ഹാജരായിരുന്നില്ല. ഈ അഴിമതി നടന്നിട്ട് വർഷങ്ങളായി. എന്നിട്ടും എന്തുകൊണ്ട് ഈ സഖാക്കളെ തൊടാൻ സർക്കാരും പോലീസും ഭയക്കുന്നത്? ഹൈക്കോടതിയുടെ കടുത്ത ഭാഷയിലുള്ള വിമർശനം വന്നപ്പോൾ മാത്രമാണ് അന്വേഷണ സംഘം ഒന്ന് അനങ്ങിയത്.
സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് സംവിധാനത്തെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? വിജിലൻസ് റിപ്പോർട്ട് പറയുന്നത് ഈ പ്രതികൾ അന്യായമായ ലാഭമുണ്ടാക്കാൻ വേണ്ടി ബോർഡിനെ ലക്ഷങ്ങളുടെ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ്. രേഖകളിൽ കൃത്രിമം നടത്തി സ്വർണം മോഷ്ടിച്ചു. എന്നിട്ടും ഈ സർക്കാരിന് മിണ്ടാട്ടമില്ല. സാധാരണക്കാരൻ 1 രൂപയുടെ അഴിമതി നടത്തിയാൽ പിന്നാലെ കൂടുന്ന സർക്കാർ സ്വന്തം ലോക്കൽ കമ്മിറ്റി അംഗമായ വിജയകുമാറിനെ സംരക്ഷിക്കാൻ പഴുതുകൾ തേടുകയായിരുന്നു. വിജയകുമാർ എന്ന സഖാവ് വെറുതെ ഒപ്പിട്ടതല്ല. ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും സ്വർണം പൂശാൻ അനുമതി നൽകിയത് 2019-ലാണ്. അന്നു മുതൽ ഇന്ന് വരെ മൂടിവെക്കാൻ ആരെല്ലാം ശ്രമിച്ചു? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കരാറുകാരന് ലാഭമുണ്ടാക്കാൻ സർക്കാർ നോമിനികൾ കൂട്ടുനിന്നുവെന്ന് SIT തന്നെ പറയുന്നു. രേഖകളിൽ തിരുത്തൽ വരുത്തുക, അളവിൽ കൃത്രിമം കാണിക്കുക, ഇതൊക്കെ വെറുമൊരു ഒപ്പിടൽ കൊണ്ട് സംഭവിക്കുന്നതാണോ? ഇതൊരു വൻകിട റാക്കറ്റാണ്. കേരളത്തിലെ അഴിമതി കേസുകളുടെ ഒരു പ്രത്യേകത നോക്കൂ. അന്വേഷണം സ്വന്തം വീട്ടുമുറ്റത്തെത്തുമ്പോൾ സഖാക്കൾക്കെല്ലാം മാരകമായ അസുഖങ്ങൾ വരും. KP ശങ്കരദാസ് ഇവിടെ ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ഒളിവിൽ കഴിയുന്ന ഇദ്ദേഹത്തെ പിടികൂടാൻ ആഭ്യന്തര വകുപ്പിന് പേടിയാണോ? ഒരു സാധാരണക്കാരനാണ് പ്രതിയെങ്കിൽ വീട് വളഞ്ഞ് പിടികൂടുന്ന പോലീസിന് സഖാക്കളുടെ കാര്യത്തിൽ മാത്രമെന്ത് ഇത്ര വിറയൽ? ഇത് സർക്കാരും പ്രതികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടല്ലേ? ശബരിമലയെ തകർക്കാൻ കാലാകാലങ്ങളായി നടന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണിത്. നവോത്ഥാന മതിൽ കെട്ടിയവർ ഭക്തരുടെ സ്വർണം കൊണ്ട് സ്വന്തം മതിൽ കെട്ടുകയാണോ? വിശ്വാസികളെ തെരുവിൽ തല്ലിച്ചതച്ച ഈ സർക്കാർ കൊള്ളക്കാരെ AC മുറിയിൽ സംരക്ഷിക്കുകയാണ്. ശബരിമലയിലെ ഓരോ തരി സ്വർണത്തിനും കണക്ക് പറയേണ്ട ബാധ്യത ദേവസ്വം മന്ത്രിക്കുണ്ട്. മന്ത്രി എവിടെ? മുഖ്യമന്ത്രി എവിടെ? ഈ കൊള്ളയെക്കുറിച്ച് ഇവർക്ക് മിണ്ടാട്ടമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇതൊരു അവസാനമല്ല. വിജയകുമാർ വെറും ഒരു കണ്ണി മാത്രമാണ്. ഇതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ശബരിമലയുടെ പുണ്യം വിറ്റ് കാശാക്കുന്ന സഖാക്കളെ ജനം തിരിച്ചറിയണം. രാഷ്ട്രീയ അടിമകളായ ദേവസ്വം ബോർഡ് അംഗങ്ങൾ വിശ്വാസികൾക്ക് തന്നെ അപമാനമാണ്. നമ്മൾ കണ്ടത് വെറും ഒരു അഴിമതി കഥയല്ല, മറിച്ചൊരു ജനതയുടെ വിശ്വാസത്തെ ഭരണകൂടം എങ്ങനെയെല്ലാം പരിഹസിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ്. വിജയകുമാർ എന്ന മുൻ ബോർഡ് അംഗം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. സഖാവ് പറഞ്ഞതുകൊണ്ട് ഒപ്പിട്ടു എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ഇവർക്ക് എത്ര എളുപ്പമാണ്? ഭക്തരുടെ കാണിക്കപ്പണം കൊണ്ട് ശമ്പളവും ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നവർക്ക് അതേ ഭക്തരോടല്ല, മറിച്ച് രാഷ്ട്രീയ യജമാനന്മാരോടാണ് കൂറുള്ളതെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. ശബരിമലയെ വെറും ഒരു വരുമാന മാർഗമായി മാത്രം കാണുന്ന ഈ സർക്കാരിന് അവിടുത്തെ സ്വർണത്തിന്മേൽ സഖാക്കൾ കൈവച്ചപ്പോൾ ഉണ്ടായ നാണക്കേട് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടു. സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ അന്വേഷണ സംഘത്തെ കെട്ടിയിട്ട ആഭ്യന്തര വകുപ്പിന്റെ നടപടി കേരളം മറക്കില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.